شهر رمضان الذي أنزل فيه القرآن. അൽഹംദുലില്ലാ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യന മുഹമ്മദ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാനിൻ്റെ ദിനരാത്രങ്ങളിൽ ഹദീസുകളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന വിശുദ്ധമായൊരു നബിവചനമാണ് ഇന്ന് ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടു എന്ന് പറഞ്ഞ് സ്വഹാബി നമ്മൾക്ക് പറഞ്ഞു തരുന്ന വാചകം, മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദിഹി ഫഇല്ലം യസ്തതി' ഫബിലിസാനിഹി ഫഇല്ലം യസ്തതി' ഫബിഖൽബിഹി വദാലിക അളഅഫുൽ ഈമാൻ. ഒരു സാമൂഹ്യ പരിസ്ഥിതിയിൽ ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട നന്മയുള്ള നിലപാടിനെ ആധാരമാക്കുന്ന ഒരു ഹദീസാണിത്. നമ്മളൊരു തിന്മ കണ്ടാൽ, മതം തെറ്റാണ് എന്ന് കരുതുന്ന ഒരു തിന്മ കണ്ടാൽ അതിനോട് സ്വീകരിക്കേണ്ട സമീപനം എന്താണ്? എല്ലാ തിന്മകളെയും ഇവിടെ നിന്ന് വിഭാടനം ചെയ്ത് ഇതൊരു സ്വർഗരാജ്യമാക്കി മാറ്റുക എന്നതൊരു വിശ്വാസിക്ക് സാധ്യമാകുന്ന കാര്യമൊന്നുമല്ല. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ തിന്മകളോട് സ്വീകരിക്കേണ്ട സമീപനം എന്നത്, മൻ റആ മിൻകും മുൻകറൻ, ഒരു തിന്മ ഒരാൾ കണ്ടാൽ ഫൽ യുഗയ്യിറുഹു ബിയദിഹി, അവൻ്റെ കൈകൊണ്ട് തടയാൻ സാധിക്കുന്ന സന്ദർഭമോ സാഹചര്യമോ അയാളുടെ ചുറ്റുപാടോ, ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ നമുക്ക് അധികാരവും ശേഷിയും ഉള്ളിടത്ത് നമ്മളൊരു തിന്മ കണ്ടു, അവിടെ അത് നിർവഹിക്കരുത് എന്ന് പറയാനും, നമ്മളുടെ മക്കളോ നമ്മളുടെ കുടുംബാംഗങ്ങളോ ആണെങ്കിൽ അവരെ കൈകൊണ്ട് തന്നെ തടഞ്ഞ് നമുക്കതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനും സാധിച്ചേക്കാം. അത്തരം സന്ദർഭങ്ങളിൽ വിശ്വാസി നിർവഹിക്കേണ്ടത് കൈകൊണ്ട് തടയുക എന്ന ഏറ്റവും ആദ്യം നിർവഹിക്കേണ്ട ഘടകം തന്നെയാണ്. എന്നാൽ സമൂഹത്തിൽ എല്ലായിടത്തും അത് സാധ്യമായി കൊള്ളണമെന്നില്ല. ഫഇല്ലം യസ്തതി, അതിന് സാധ്യമാകാതിരിക്കുന്നിടത്ത് ഫബിലിസാനിഹി, അവൻ്റെ നാവ് കൊണ്ട് അവൻ ആ കാര്യം തെറ്റാണ്, നിങ്ങളതിവിടെ ചെയ്യരുത് എന്ന് പറയാൻ ശ്രമിക്കുക എന്നത് വിശ്വാസിയുടെ ബാധ്യതയാണ്. എന്നാൽ എല്ലായിടത്തും പറയാനും സാധിക്കില്ല. ഫഇല്ലം യസ്തതി, അവന് പറയാൻ പോലും സാധിക്കില്ല എങ്കിൽ ഫബി കൽബിഹി, ഒരു വിശ്വാസിയുടെ സമീപനം അവൻ്റെ മനസ്സുകൊണ്ട് അവൻ ആ തിന്മയെ വെറുക്കുകയും എതിർക്കുകയും അവൻ്റെ മനസ്സുകൊണ്ട് അതിനോട് താതാത്മ്യപ്പെട്ടു പോവാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. വദാലിക അളഅഫുൽ ഈമാൻ, ഈമാനിൻ്റെ ഏറ്റവും ദുർബലമായ ഭാഗമാണത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ ഒരു ബാലൻസിങ് ആയിട്ടുള്ള ഒരു സാമൂഹ്യമായ നിലനിൽപ്പ് വിശ്വാസിക്ക് എപ്പോഴും ബാധ്യതപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. എല്ലാവരും ഒരു നന്മയുടെ വക്താക്കളായി, ഒരു നന്മയുടെ ആളുകളായി മാറാൻ പരിശ്രമിക്കണം. അതിനുവേണ്ടി തൻ്റേതായ സംഭാവനകൾ കൂടി നിർവഹിക്കണം എന്നത് വിശ്വാസി സമൂഹത്തോട് ഇസ്ലാം എപ്പോഴും പറയുന്ന കാര്യമാണ്. അപ്പം അതിന് വിഘാതമായി നിൽക്കുന്ന, ഇസ്ലാം തിന്മയായി കാണുന്ന കാര്യങ്ങൾ, മദ്യപാനമാവട്ടെ, പലിശയാവട്ടെ, ചൂതാട്ടമാവട്ടെ, വ്യഭിചാരമാവട്ടെ, കളവാവട്ടെ, തിന്മകളാവട്ടെ, ഇങ്ങനെ സമൂഹത്തിൽ കാണുന്ന ചെറുതും വലുതുമായ ഒട്ടേറെ തിന്മകളുണ്ടാകും. അതല്ലെങ്കിൽ അതിൻ്റെ വലുതോ അതിൻ്റെ ചെറുതോ ആയ തിന്മകളുണ്ടാകും. ഈ തിന്മകളോട് നാം സ്വീകരിക്കണം. ഇപ്പോൾ കൈക്കൂലി ആയാലും തെറ്റായ സമീപനങ്ങളായിരുന്നാലും ഇതിനോടൊക്കെ നാം സ്വീകരിക്കേണ്ട സമീപനമാണ് ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അത് നമ്മളുടെ അധികാരപരിധിക്കുള്ളിലും നമുക്ക് തടയാൻ സാധിക്കുന്ന സന്ദർഭങ്ങളുമാണെങ്കിൽ അത് കൈകൊണ്ട് തന്നെ തടയുകയും നമ്മൾ അതിന് ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. സാധ്യമാകാത്തിടത്ത് നമ്മളതിനെ ഗുണകാംക്ഷയോടുകൂടി നോക്കിക്കണ്ട് നമ്മളുടെ നാവ് കൊണ്ട് അത് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ള വിശ്വാസിയുടെ ഒരു ബാധ്യതയായിട്ട് പഠിപ്പിക്കുകയാണ്. ഇല്ലാത്തിടത്ത് അവൻ അത് മനസ്സുകൊണ്ടെങ്കിലും വെറുത്ത് ആ തിന്മയോട് രാജിയായി പോകുന്ന ആളായി മാറാതെ ആ തിന്മയിൽ നിന്ന് മാറി നിന്ന് അവൻ്റെ പ്രതിഷേധം കാണിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. എന്തിനാണ് ഇങ്ങനെ? ഒരു വിശ്വാസി മാത്രം സമൂഹത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവനായി മാറാൻ എന്ന് കാണിക്കാൻ വേണ്ടിയല്ല, മറിച്ച് തിന്മയോട് രാജിയായി നിൽക്കുന്ന മനുഷ്യന്മാരെ സൃഷ്ടിക്കുകയല്ല ഇസ്ലാം ചെയ്യുന്ന, മറിച്ച് തിന്മകളോട് രാജിയാവാതെ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുകയും പുതിയൊരു സമൂഹത്തിൻ്റെ സൃഷ്ടിക്കായി പരമാവധി പരിശ്രമിക്കുകയും ചെയ്യുന്ന മനുഷ്യരെ സൃഷ്ടിക്കുക എന്നതിൻ്റെ താല്പര്യമാണ് മതം ഇവിടെ നമ്മോട് പറയുന്നത്. അതിൻ്റെ ഒരു വാക്കായി, അതിൻ്റെ ഒരു ഭാഗമായി നിൽക്കാൻ നമുക്ക് സാധിച്ചാൽ വലിയ മാറ്റങ്ങൾ സമൂഹത്തിൽ ചെറിയ ചെറിയ ചലനങ്ങളിലൂടെ
നമുക്കും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിനുള്ള പരിശ്രമങ്ങൾ നമ്മളിൽ നിന്നുണ്ടാവണം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.